ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് SDPIയുടെ മാത്രം ബാധ്യതയല്ലെന്ന് SDPI ജില്ലാ അധ്യക്ഷനും കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ CL സവാദ്. ബിജെപി പേടി പറഞ്ഞ് വോട്ട് തട്ടുകയും തന്ത്രം മാറ്റി വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കണമെന്നും സവാദ് ന്യൂസ് 18നോട് പറഞ്ഞു. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് കനത്ത വെല്ലുവിളിയായി മാറുകയാണ് SDPI സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് അപരനായി KM അഷ്റഫാണ് SDPI സ്ഥാനാർത്ഥി. BJPയും മുസ്ലിം ലീഗും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് ഇവ രണ്ടും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJPയും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരം നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ SDPIയുടെ സാന്നിധ്യം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം LDF ഷഹനാസ് പാദൂറിനെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിൽ തീപാറും പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മോടൊപ്പം SDPI സ്ഥാനാർത്ഥി തന്നെ ചേരുന്നു. CA സവാദാണ്, ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ SDPI എന്തുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു? നിലവിലെ കാസർഗോഡ് മണ്ഡലത്തിലല്ല, കേരളത്തിലെ ഏകദേശം മണ്ഡലങ്ങളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ കാസർഗോഡിൽ മണ്ഡലം പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ മറ്റുള്ള മണ്ഡലങ്ങളിലും പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അറിയിപ്പ്. വോട്ടുകൾ ഭിന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല SDPIയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ? അങ്ങനെയുള്ളൊരു സാധ്യത നമ്മൾ ഇതിൽ കണ്ടെത്തിയിട്ടില്ല. അങ്ങനൊരു വോട്ട് ഭിന്നിപ്പിൻ്റെ സാധ്യത ഇല്ല. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ, ഞങ്ങൾ നേരത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഇടത് വലത് മുന്നണികളിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുന്ന തീരുമാനമാണെങ്കിൽ അത് ഞങ്ങൾ പിന്തുണക്കുമെന്നുള്ളത് നമ്മുടെ നയപ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അതിനെ പിന്തുണക്കും. അല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് പരമാവധി ജനാധിപത്യ രീതിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് പരമാവധി വോട്ട് കൈക്കലാക്കുക എന്നുള്ളതാണ് SDPIയുടെ ഈ പ്രാവശ്യത്തെ തീരുമാനം. SDPI പല മണ്ഡലങ്ങളിലും അവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശക്തിയാണെന്ന് തെളിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. കാലങ്ങളായി ഒരു BJP പേടി പറഞ്ഞുകൊണ്ട് വോട്ട് തട്ടുക എന്നുള്ള തന്ത്രമാണ്. വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കണമെന്നാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം വികസനമാണ് മുദ്രാവാക്യം. കാരണം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല. മെഡിക്കൽ കോളേജാണെങ്കിൽ തുടങ്ങി പാതി വഴിയിൽ നിൽക്കുകയാണ്. അതും കാസർഗോഡ് എത്രയോ കിലോമീറ്റർ പിറകിൽ തുടങ്ങിയ അവിടെ ഒരു സംവിധാനവും നിലവിലില്ല. ഒരു മംഗലാപുരം ലോബിയെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ എല്ലാ മുന്നണികളും എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു എയിംസ് കാസർഗോഡേക്ക് വരുന്ന രീതിയിലുള്ള പ്രവർത്തനം എയിംസ് കൂട്ടായ്മയൊക്കെ ശക്തമായി പ്രഖ്യാപിക്കുമ്പോഴും കാസർഗോഡിൻ്റെ പ്രൊഫസറിൽ എയിംസിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം നടത്താൻ ആരും തയ്യാറാവുന്നില്ല. ഇപ്പം അവഗണിക്കപ്പെട്ട ഏത് യാത്രാ കാര്യങ്ങളായാലും ഒരു രാത്രി 7 മണിക്ക് കഴിഞ്ഞാൽ മലബാർ എക്സ്പ്രസ് പോയാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വണ്ടിയില്ലാതെ നട്ടം തിരിയുന്നൊരവസ്ഥയാണ് നിലവിൽ കാസർഗോഡ് ജനത അനുഭവിക്കുന്നത്. തീർച്ചയായും വളരെ യാത്രാ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അപകടം നേരിടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അതിനൊരു മാറ്റം വരുത്തണം. ശക്തമായ ജനാധിപത്യ രീതിയിലുള്ളൊരു ഇറങ്ങിത്തിരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു പ്രബുദ്ധരാക്കുക എന്നുള്ളത് SDPIയുടെ നയം പ്രഖ്യാപനം. ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറെ നിർണായകമാകുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ SDPIയുടെ സാന്നിധ്യം ആരെ തുണയ്ക്കും? അത് ഏറ്റവും നിർണായകമാണ്. ഏതായാലും കാസർഗോട്ടെ ഫലം അത് പ്രവചനാതീതം തന്നെ. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് SDPI, കാസർഗോഡും മഞ്ചേശ്വരത്തും SDPIയുടെ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.